മനുഷ്യർ ഭൂമിയിൽ പരിണമിക്കുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമി നമ്മൾ ഇപ്പോൾ കാണും വിധമായിരുന്നില്ല. ഭീമാകാരമായ പർവ്വതങ്ങളും കാടുകളും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഭീമൻ നദികളും അങ്ങിങ്ങായി പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങളും അനന്തമായ സമുദ്രങ്ങളും. അങ്ങനെ അന്നത്തെ ഭൂമി മറ്റൊരു വിധമായിരുന്നു. അന്നത്തെ ഭൂമി അടക്കി വാണിരുന്നത് ഭീമന്മാരായിരുന്ന ഡൈനോസറുകളായിരുന്നു. അവയിൽ പല വലുപ്പത്തിലും പലതരത്തിലും ഉള്ളവ ഉണ്ടായിരുന്നു. സസ്യഭോജികളും മാംസഭോജികളും പറക്കുന്നവയും അങ്ങനെ പലതരം ഭീമന്മാർ. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല ഭൂമിയിൽ നിന്നും അവരെ എന്നേക്കുമായി തുടച്ചു മാറ്റാൻ പോന്ന ഒരു വലിയ വിപത്ത് അവർക്ക് സംഭവിക്കുമെന്ന്. ആധുനിക പഠനങ്ങളും തിയറികളും അനുസരിച്ച് 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പതിച്ച ഒരു കൂറ്റൻ ഉൽക്കയാണ് ഭൂമിയിൽ നിന്നും ഡൈനോസറുകൾ എന്നേക്കുമായി അപ്രത്യക്ഷമാകാൻ കാരണമായത്. ഈ തിയറി അനുസരിച്ച് മൗണ്ട് എവറസ്റ്റിനോളം വലുപ്പമുണ്ടായിരുന്ന ഉൽക്ക ഇന്നത്തെ മെക്സിക്കോയിലാണ് പതിച്ചത്. ആ ഉൽക്കാപതനത്തിൽ ഭൂമിയുടെ 10 കിലോമീറ്റർ വ്യാസത്തിൽ ആഘാതമുണ്ടാവുകയും ബില്യൺ കണക്കിന് ന്യൂക്ലിയർ ബോംബുകൾ വർഷിച്ചാൽ ഉണ്ടാകുന്ന ആഘാതത്തിന് സമമായിരുന്നു ആ സ്ഫോടനം. ഉൽക്കാപതനത്തിന്റെ ആഘാതത്തിൽ ഭൂമിയിൽ വ്യാപകമായ ഭൂകമ്പങ്ങൾ ഉണ്ടായി. അതിഭയങ്കര താപതരംഗങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലാകെ വ്യാപിച്ചു. ഭീമൻ സുനാമികൾ ഉണ്ടായി. അഗ്നിപർവ്വതങ്ങൾ വ്യാപകമായി പൊട്ടിത്തെറിക്കാൻ ആരംഭിച്ചു. ഉൽക്കാപതനത്തിന്റെ ആഘാതത്തിൽ ചാരവും പൊടിപടലങ്ങളും മറ്റു പാഴ്വസ്തുക്കളും ഭൂമിയിലും ആകാശത്തിലും വ്യാപിച്ചു. ആകാശത്ത് അടിഞ്ഞുകൂടിയ പാഴ്വസ്തുക്കൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് കടക്കുന്നത് തടഞ്ഞു. 1 വർഷത്തോളം ഭൂമിയിൽ ഇരുട്ട് പരന്നു. അങ്ങനെ ജീവജാലങ്ങളുടെ താളം തെറ്റി. വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കും അതിജീവിക്കാൻ കഴിയാതെയായി. ഭൂമിയുടെ താപനിലയിൽ വലിയ തോതിലുള്ള വ്യത്യാസമുണ്ടായി. ഭൂമി തണുത്തുറങ്ങി. അങ്ങനെ ജീവജാലങ്ങളുടെ ഭക്ഷണ ശൃംഖല തകരാറിലായി. സൂര്യപ്രകാശം ഏൽക്കാതെ വൃക്ഷങ്ങളും സസ്യങ്ങളും കരിഞ്ഞ് ഉണങ്ങി. ഭക്ഷണം ലഭിക്കാതെ സസ്യഭുക്കുകളായ ഡൈനോസറുകൾ ചത്തു തുടങ്ങി. അവയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മാംസഭോജികളും പതിയെ പട്ടിണിയിൽ മരണത്തിന് കീഴടങ്ങി. അങ്ങനെ അവസാന ഡൈനോസറിന്റെയും ശ്വാസം നിലച്ചപ്പോൾ ഒരു കാലത്ത് ഭൂമിയുടെ അധിപന്മാരായിരുന്ന, ഭൂമി അടക്കി വാണിരുന്ന ഭീമന്മാരുടെ യുഗം അവിടെ അസ്തമിച്ചു. പക്ഷേ അപ്പോഴും ഭൂമിയുടെ അടിത്തട്ടിൽ ജീവന്റെ വിത്തുകൾ ഉറങ്ങിക്കിടന്നു. വർഷങ്ങൾ കടന്നുപോയി. സൂര്യരശ്മികൾ മേഘപ്പാളികൾ തുളച്ച് ഭൂമിയിലേക്ക് പതിയെ തുരന്നിറങ്ങി. ഭൂമിയിൽ വീണ്ടും മഴ പെയ്തു. ഭൂമിക്കടിയിൽ നിന്നും പച്ചപ്പിന്റെ ആദ്യ വിത്ത് മുളച്ചു പൊങ്ങി. ജീവൻ വീണ്ടും പുനർജനിച്ചു.